വയനാട് കൽപ്പറ്റയിൽ ഒരുക്കിയ എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് മേള സംഘടിപ്പിച്ചത്. പ്രധാനമായും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ ലക്ഷ്യമിട്ടൊരുക്കിയ മേള ജനപങ്കാളിത്തം കൊണ്ടും സ്റ്റാളുകളുടെയും പരിപാടികളുടെയും വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ഏപ്രിൽ 22-നാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം വയനാട് കൽപ്പറ്റയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾക്കൊപ്പം സെമിനാറുകൾ, കലാപ്രകടനങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് മേള പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ, സർക്കാർ പദ്ധതികൾ, നടപ്പാക്കുന്ന വികസന പ്രവർത്തികൾ, അങ്ങനെ എല്ലാം കാണാം ഈ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ. കണ്ടെടുത്തോളം നല്ല തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. കേരളത്തിന്റെ തനത് കൃഷിയെക്കുറിച്ചും തൊഴിൽ രീതികളെക്കുറിച്ചും ഇവിടെ പരിചയപ്പെടുത്തുന്നു. കളിമണ്ണ് കിട്ടാനില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ജോലിഭാരം കൂടുതലും വരുമാനം കുറവും. അതുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ പിന്മാറിപ്പോണത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. അവര് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റും. വനത്തെക്കുറിച്ചും വനപാലകരെ കുറിച്ചും അടുത്തറിയാം. ഇതില് അത്യാവശ്യം നല്ല പ്രതികരണമാണ്. ഇപ്പോ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് കൂടുതലൂടെ. വയനാടിന്റെ ഒരു പ്രത്യേക പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സേവനം ഏത് വിധമെന്ന് മനസ്സിലാക്കാം. അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുന്നതാണ് ഈ പ്രദർശനം. ഈ സർക്കാരിന്റെ പുതിയ ഈ 10 വർഷത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ആധുനികവൽക്കരണത്തിന് ഒരുപാട് പുതിയ ഉപകരണങ്ങൾ, ഒരുപാട് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചൂരമല ദുരന്തത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായാൽ നമുക്ക് ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മളിവിടെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കേരള പോലീസിനെ അടുത്തറിയാം. ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവയും പ്രദർശനത്തിനുണ്ട്. ഒരു മണ്ണിനടിയിൽ ജീവനുള്ള ഒരാളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തെർമൽ ഇമേജ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജീവനെ അവിടെ നേടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ ചൂരൽമലയിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ, കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിലെ വൈവിധ്യമാർന്ന രുചികൾ, വിവിധ കലാപ്രകടനങ്ങൾ തുടങ്ങി സംഭവമായിരുന്നു ഒരാഴ്ച നീണ്ടുനിന്ന മേള. മീഡിയ 1 വയനാട്.